ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ദ ഡ്രീം ട്രാവലർ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എൻ്റെ വ്ളോഗിങ് സെറ്റപ്പും അതിൽ ഞാൻ ഇപ്പോൾ വരുത്തിയ ചെറിയൊരു മാറ്റവും അതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഗോപ്രോയും മൈക്ക് അഡാപ്റ്ററിനെ സൈഡിൽ മൗണ്ട് ചെയ്തിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. മൈക്ക് അകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബൈക്ക് R15 വേർഷൻ 3 ആയതുകൊണ്ട് തന്നെ MC-യിലൊക്കെ നല്ല കട്ടയ്ക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് ആണ് ഗോപ്രോ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇത് ഗോപ്രോ മോഡൽ എന്ന് പറഞ്ഞാൽ Hero 5 ആണ്. അപ്പോൾ അതിനുള്ള മൈക്ക് അഡാപ്റ്ററും വാങ്ങിച്ച് അപ്പോൾ ഈ രീതിയിലാണ് ഞാൻ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിരിക്കുന്നു. എന്താണ് മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അഡാപ്റ്റർ ഇവിടെ സൈഡിൽ മൗണ്ട് ചെയ്യാതെ ഗോപ്രോയുടെ കൂടെ തന്നെ അത് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ട്, ഗോപ്രോ കേസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് കൂടെ ചേർന്നാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ്. പിന്നെ ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ എനിക്ക് 999 സംതിങ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ബില്ലും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിൽ പ്രൈസ് എഴുതിയിട്ടുണ്ട്, വ്യക്തമല്ല. അപ്പോൾ അതിനകത്ത് ഒരു ചെറിയ ബോക്സിലായിട്ടാണ് ഈ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ബോക്സ് നമുക്ക് തുറക്കാം. തുറക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് പിന്നെയും ഒരു ബോക്സ് കാണാം. യുലാൻസി എന്ന് പറയുന്നൊരു ബ്രാൻഡിൻ്റെയാണ് ഈ അഡാപ്റ്റർ വരുന്നത്. അതിനകത്ത് നമുക്കൊരു പേപ്പറും കൂടെ കിട്ടുന്നുണ്ട്. പേപ്പറല്ല, സ്റ്റിക്കറാണ്. യന്ത്രാലയ് സ്കൂൾ ഓഫ് ഗാഡ്ജറ്റ്സ്. അപ്പോൾ ഇത് മനസ്സിലാക്കുമ്പോൾ തന്നെ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഏതോ കോളേജിൻ്റെ ഇതാണ്, പ്രോജക്റ്റ് വർക്കാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ ബോക്സ് തുറന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു കവറിലൊക്കെ വെച്ച് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഗോപ്രോ കേസ്. ഈ ലാൻസ് ചെയ്യുന്ന ബ്രാൻഡ് മാർക്കിങ് കൊടുത്തിട്ടുണ്ട്. പിക്കിൽ ഇത്രയും സെറ്റപ്പൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമുക്കിവിടെ ഇതിൽ കിട്ടുന്നുള്ളൂ. ഇപ്പോൾ മൗണ്ട് ഇതിനകത്ത് ഗോപ്രോയിലെ സെറ്റ് ചെയ്തിട്ട് ഉള്ള വിഷ്വൽസ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഗോപ്രോയെ ഹെൽമെറ്റിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈക്ക് അഡാപ്റ്ററും ഞാൻ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഗോപ്രോ നമുക്ക് ഈ കേസിൽ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗോപ്രോയെ കേസിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ മൈക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൈക്ക് വയ്ക്കാനുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ. ബട്ടണൊക്കെ ഈസി കണക്കിനാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്കിനി ഗോപ്രോ മൈക്ക് അഡാപ്റ്റർ ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് സാധനം കയറിയിട്ടുള്ളത്. ഊരിപ്പോകുന്നൊന്നും
കയറ്റിയ പൊസിഷൻ മാറിപ്പോയി, തിരിച്ചാണ് കയറ്റാനുള്ളത്. ഇതിൻ്റെ സൈഡിൽ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും കണക്ഷൻ ഓക്കെ ആയി. ഇനി മൈക്കിൻ്റെ ടി ആർ എസ് പിന്നെ വരുന്ന 3.5 mm നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് എക്സ്റ്റേണൽ മൈക്ക് കണക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചാർജറും കണക്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മൈക്ക് അഡാപ്റ്ററും കൂടെ ഗോപ്രോയുടെ കൂടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സെറ്റപ്പ് മൗണ്ട് സെറ്റ് ചെയ്ത് ഹെൽമെറ്റിൽ വെച്ചാൽ എങ്ങനെയിരിക്കും എന്നുള്ള രീതിയിൽ നോക്കാം. പുതിയ കേസ് വെച്ചിട്ട് ഗോപ്രോ ഞാൻ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. നമുക്കിനി ഈ സൈഡിലുള്ള ഈ ഒരു മൗണ്ട് നമുക്ക് ആവശ്യമില്ല. മൈക്കും കൂടെ ഇതിലൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ സൈഡിലാണ് മൈക്ക് കേബിൾ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനെ ഇനി റിമൂവ് ചെയ്ത് ഈ സൈഡിലൂടെ ആക്കി ഇവിടെയാണ് കണക്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ വ്ളോഗിങ് സെറ്റപ്പ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലുമൊക്കെ ഇത് ഉപകാരമായി തീരട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.